പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളുള്ളത് നമ്മുടെ താഴേക്കോട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ 4 പതിറ്റാണ്ടിന്റെ ചരിത്ര പുസ്തകവുമായി ബന്ധപ്പെട്ട് ഇവിടെ കാലങ്ങളായി ഒരു നൂറ്റാണ്ടിനപ്പുറം ബഹുമാന്യനായ മാളിയേക്കത്തൊടി മുഹമ്മദ് എന്ന മാനുഹാജി ഇവിടെ സ്റ്റേഷനറിയും മറ്റു കാര്യങ്ങളൊക്കെ കച്ചവടം ചെയ്തിരുന്ന മാനുഹാജിയുടെ മകൻ MT ഹസൈനാർ മാസ്റ്ററുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. നമ്മുടെ ചരിത്ര പുസ്തകവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ചെറുപ്പകാലം തൊട്ട് ഏതാണ്ട് ഒരു 10 വയസ്സ് തൊട്ട് തന്നെ ഈ താഴേക്കോടിന്റെ എല്ലാ കാര്യങ്ങളിലും കൃത്യമായി ഗ്രഹപാഠവുമുള്ള പ്രിയങ്കരനായ MT ഹസൈനാർ മാസ്റ്റർ ഞങ്ങളുടെ ഈ ഒരു വ്യാപാരിയുടെ ചരിത്ര പുസ്തകത്തിൽ കൃത്യമായും അദ്ദേഹത്തിൻ്റെതായ കയ്യൊപ്പുകൾ, അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവെക്കൽ നിർബന്ധമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് വളരെ സ്നേഹത്തോടെ യൂണിറ്റിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഞാനും ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് മമ്മൂക്കുട്ടി കാരാട്ടിൽ അവർക്കും ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഓർമ്മകളിൽ ഉണ്ടാവും. അത് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ പങ്കുവെക്കുകയാണ്. പ്രിയപ്പെട്ട ഹസൈൻ മാഷെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മാഷെ, പിന്നെ ബഹുമാന്യ ജനറൽ സെക്രട്ടറി 2 വാക്ക്. പ്രിയപ്പെട്ടവരെ, മാനുഹാജിയുടെ മകൻ ഹസൈനാർ മാസ്റ്റർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരില്ല. നമ്മൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന കജ്ജമാനക്ക എന്ന കജ്ജമാനക്കാൻ്റെ മൂത്ത മകൻ PTMHS അധ്യാപകനാണ്. അപ്പോൾ അദ്ദേഹം ഈ ഒരു പതിറ്റാണ്ടിലേറെ കാലം താഴേക്കോട് മേഖലയിൽ കച്ചവടവും കാര്യങ്ങളുമായിട്ടുള്ള ആ ഒരു ഓർമ്മ കുറിക്കുക, അതതിൻ്റെ ഭംഗിയായ രൂപത്തിൽ തന്നെ അദ്ദേഹം അത് പറയും. അപ്പോൾ അത് നമ്മൾക്കൊരു മുതൽക്കൂട്ടാണ്, വരും തലമുറക്ക് അതൊരു അറിവുമായിരിക്കും. അതുകൊണ്ട് സാധാരണ രീതിയിൽ അദ്ദേഹം ഇങ്ങനെ മൈക്കിന് മുമ്പിലോ വീഡിയോക്ക് മുമ്പിലോ വലിയ ഇരുന്ന് തരാറില്ല. പ്രിയപ്പെട്ട പ്രസിഡന്റിൻ്റെയും എൻ്റെയും നിർബന്ധപൂർവമായ ക്ഷണത്തിന് വഴങ്ങിയിട്ടാണ് അദ്ദേഹം അതിന് സമ്മതിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവിധ ഒരിക്കൽ കൂടി അതിന് മാറ്റവും നന്ദി പറഞ്ഞുകൊണ്ട് മാഷ് തുടങ്ങട്ടെ. മാഷങ്ങളെ ഓർമ്മകള്, ആ പഴയകാല ഓർമ്മകളൊന്ന് പങ്കുവെക്കും. താഴേക്കോടിൻ്റെ സൂചിപ്പിച്ചതുപോലെ 5 പതിറ്റാണ്ട് കാലത്തെ പരിചയം താഴേക്കോട് അങ്ങാടിയുമായിട്ടുണ്ട്. ഇപ്പോൾ 60 വയസ്സായി. ഞാനിവിടെ കുട്ടിക്കാലം മുതൽ തന്നെ അവിടെ ഈ താഴേക്കോട് അങ്ങാടിയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ജീവിച്ച വ്യക്തിയാണ്. ഇവിടുന്നാണ് സ്കൂളിലേക്ക് പോയിരുന്നതും വന്നിരുന്നതൊക്കെ. അപ്പോൾ ആൾക്ക് ഒരു ചെറുപ്പകാലത്ത് തന്നെ മാളിക്കത്തൊടി മുഹമ്മദ് മാനുഹാജി എന്നറിയപ്പെടുന്ന ഉപ്പ കൈജമാനെന്ന് പല പറഞ്ഞിരുന്നു. ഈ മാളിക്കത്തൊടി ഭാഗത്തേക്ക് കാപ്പുമത്താണ് മാളിക്കത്തൊടിക്കാരുള്ളത്. അപ്പോൾ അത് ഈ മാളിക്കത്തൊടിക്കാരുള്ള ഒരുപാട് മാനുകളുണ്ട്. ആ മാനുകൾ തിരിച്ചറിയാൻ വേണ്ടി കൈജാണ് കൈജമാനക്കാണ്ട് കട എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സുപരിചിതമാണ്. നാലകത്തെ കുഞ്ഞിപ്പോജിലെ ബിൽഡിങ്ങിലാണ് ആദ്യമേ കച്ചവടം തുടങ്ങിയത്. ഇപ്പോൾ ചെറുപ്പകാലത്ത് തന്നെ കുട്ടിക്കാലത്ത് തന്നെ വാപ്പ മരിച്ചു പോയി. എൻ്റെ ഉപ്പ പിന്നെ 10 വയസ്സ് 12 വയസ്സായപ്പോൾ തന്നെ ചെറിയ കച്ചവടം വെളിയില്ല നിത്യമായിട്ട് പ്രയാസപ്പെട്ടാണ് വളർന്നത്. അങ്ങനെ ആ കാലഘട്ടത്തിൽ ചുരുക്കത്തിൽ താഴേക്കോട് ബിസിനസ്സും മേഖലയുമായിട്ട് എനിക്കും ബന്ധമുണ്ട്. ഞാൻ ഇവിടുന്ന് കടയിൽ നിന്ന് സ്കൂളിലേക്ക് പോയിരുന്നത്. സ്കൂളിൽ നിന്ന് തിരിച്ചു വന്ന കടയിലേക്കാണ്. താഴേക്കോട് വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്ന അവിടെയാണ് അന്ന് LP സ്കൂൾ ഉണ്ടായിരുന്നു. ആ LP സ്കൂൾ പിന്നീട് കാപ്പുപറമ്പ് LP സ്കൂൾ പുതിയ ബിൽഡിംഗ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇത് പൊളിച്ച് ഒഴിവാക്കിയപ്പോൾ മദ്രസ താൽക്കാലികമായി താഴേക്കോട് പള്ളിപ്പുഴ ഹിദായത്ത് ഇസ്ലാം മദ്രസ പ്രവർത്തിച്ചു. അപ്പോൾ 1-2 ക്ലാസ്സുകൾ വില്ലേജിൻ്റെ അവിടുത്തെ LP സ്കൂളും 3-4 ക്ലാസ്സുകൾ ഇവിടെ താഴേക്കോട് അങ്ങാടി മദ്രസയിലാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. പക്ഷേ ഒരു സംശയം ചോദിച്ചോട്ടെ. അപ്പോൾ അന്ന് അവിടെ നമ്മൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് ബിൽഡിങ് പൊളിയായിരുന്നു. അതായത് ബിൽഡിങ് ഒരു ഭാഗം ബിൽഡിങ് അല്ല, അന്നത്തെ കെട്ടിടമാണ്, പഴയ കെട്ടിടമാണ്. അതൊരു ഭാഗം ഒരു വർഷക്കാലത്ത് ഇടിഞ്ഞു വീണിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് മാറിയത്. ഓടിട്ട കെട്ടിടമാണെന്ന് കെട്ടിടം. അതിൽ ഇവിടെ ഹിദായത്ത് സുബിയാൻ മദ്രസയിലും കാപ്പുപറമ്പ് മദ്രസയിലും പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 4 വരെ ക്ലാസ് അവസാനം ഇവിടെ പ്രവർത്തിച്ചിരുന്നു. കാരണം ഞാൻ പഠിച്ചത് അവിടെ താഴേക്കോട് മദ്രസയിലാണ്. കാപ്പുറമ്പ് മദ്രസയിലും താഴേക്കോട് മദ്രസയിലുമായിട്ടാണ് ക്ലാസ് നടത്തിയത്. ബിൽഡിംഗ് വരുന്നതിന് മുമ്പ് 6 മാസം കൊണ്ട് ആ ബിൽഡിംഗ് പൂർത്തീകരിച്ചു. അത് ധൃതിഗതിയിലുള്ള പണിയായിരുന്നു. 4 വർഷം ഇവിടെ സ്കൂൾ പ്രവർത്തിച്ചു. ചുരുക്കത്തിൽ എൻ്റെ പഠനം താഴേക്കോട്
ഇപ്പൊ 1-2 വില്ലേജിന്റെ അവിടെ 3-4 ഇവിടെ അങ്ങാടിയിലും ബന്ധമുണ്ട്. അന്നത്തെ പഴയകാലത്തെ കച്ചവടക്കാരും ഞാൻ ഓർത്തു പോണത് ചോലക്ക മേമാക്ക ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് ഈ ആ ഭാഗത്താണ് കച്ചവടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഭാഗത്ത് പള്ളിയുടെ സൈഡിൽ കച്ചവടം ഒന്നും ഉണ്ടായിരുന്നു. ഗവൺമെന്റ് സ്ഥലമല്ല, അത് കച്ചവടങ്ങളൊക്കെ ആ ഭാഗത്താണ്. അപ്പൊ കുറച്ചാല് പോക്കരാക്കാരെ കട നടത്തി കഴിഞ്ഞാൽ തോട്ടിന്റെ ഒക്കത്തെ പോക്കരാജ് മദ്രസ സെക്രട്ടറി കൂടെ ആയിരുന്നു. മദ്രസന്റെ അന്നൊക്കെ മദ്രസ ഇന്നത്തേക്കാൾ കഷ്ടപ്പാട് ഉപയോഗിക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ ഉസ്താമാർ ഒന്നാമത് ശമ്പളം കിട്ടാമെന്ന് കാത്തിക്കാൻ സമയം ഉണ്ടാവില്ല. അതേ സാമാനൊക്കെ പോക്കരക്കാരെ കടയിൽ നിന്ന് വാങ്ങും. അങ്ങനെ കഴിഞ്ഞ് അവിടുന്ന് സാധനം വാങ്ങി ബാക്കി പൈസ ശമ്പളമായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ അവിടെ കുറച്ചാൽ അതിലൊന്നും ഇടപെട്ടോട്ടെ. അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞപ്പോ ഉസ്താദന്മാരൊക്കെ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചവരാണ്. കാരണം അവര് രണ്ടു തലയും കൂട്ടിമുട്ടാന് ആ വെള്ളവസ്ത്രം ഒരേ വെള്ളവസ്ത്രം അലക്കിയിട്ട് ജീവിച്ചവരാണ് അവരൊക്കെ. 1-2 വസ്ത്രങ്ങൾ പാറപ്പുറത്ത് അവിടെ പോയി കുളിച്ച് പാറപ്പുറത്ത് അപ്പൊ തന്നെ അത് യൂസ് ചെയ്യാം. അതുമാതിരി തന്നെ അക്കാലത്ത് മറ്റേ അധ്യാപകരും തന്നെ അധ്യാപകർക്കും മറ്റേ ഇവര് വെള്ളവസ്ത്രല്ലേ അവർക്ക് ഉപയോഗിക്കുള്ളൂ. വെള്ളത്തുണി വെള്ളസത്യ മാത്രല്ല ഒരു കർഷകനോ ഒരു തൊഴിലാളിക്കോ ഒരു തോർത്ത് മുണ്ടെടുത്തിട്ടും വന്ന് അങ്ങാടിയിൽ വരാൻ ബുദ്ധിമുട്ടില്ല. പക്ഷെ ഒരു അധ്യാപകനോ മദ്രസ ഉസ്താദിനോ അങ്ങനെ വരാൻ പറ്റില്ല. അവർക്ക് അതിൻ്റെതായ രീതിയിൽ വരാൻ പറ്റുള്ളൂ. അവർ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട ഈ 2 വിഭാഗമാണ്. എന്റെ ഒരു നിരീക്ഷണമാണ്. ഭാഷ തെറ്റുണ്ടെങ്കിൽ അതാണ്. പിന്നെ കുറച്ചാലും ഉണ്ണിനാജി എന്ന് പറയുമ്പോ കുളച്ചാലിൽ മോമോട്ടിയാജി അബുവാജി ഹംസകുട്ടിയാക്ക അപ്പൊ മോമോട്ടിയാജിയുടെ മകൻ അനീസാണ് ഇപ്പോൾ നിലവിലത് പലർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉണ്ണിനാജി തുടങ്ങിയ വല്ലിപ്പ തുടങ്ങിയത് മോമോട്ടിയാജി, പിന്നെ ഇപ്പൊ മകനെ അനീസാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ വർക്കിംഗ് സെക്രട്ടറി കൂടിയാണ്. 3ാമത്തെ തലമുറയാണ് താഴെക്കോട്ടത്തെ ഏറ്റവും പഴക്കമുള്ള ബിസിനസ് തലമുറയിൽപ്പെട്ട ഒരാളാണ്. അതിന് മാഷ് ഒരാളെ പേര് ഏറ്റവും മൂത്ത അതായത് അന്ന് എന്റെ ഓർമ്മ അതായത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇപ്പൊ നമ്മള് കറക്റ്റൊന്നും കിട്ടില്ല. ഒരു 79 അല്ലെങ്കിൽ 80-ലാണ് മെഴുകുമുട്ടിയൊക്കെ മറ്റമാടിന്റെ മുകളിൽ അവർക്കൊരു വളപ്പുണ്ടായി. ആ വളപ്പിലേക്ക് ഭയങ്കര ആരോഗ്യന്റെ മനസ്സിലായിരുന്നു. ഭയങ്കര ആരോഗ്യം സംസാരിക്കാൻ കഴിയില്ല. പക്ഷേ കഴിവിന്റെ കാര്യത്തില് ഒരു 4 പേർക്ക് ബദലായിരുന്നു. കാരണം നമുക്ക് നേരിട്ടറിയാം എല്ലാം കൊണ്ടും ആരോഗ്യം കൊണ്ടും പ്രകടനം കൊണ്ടും നമ്മൾ കണ്ണുകൊണ്ട് നോക്കിയ മൂപ്പരത് മനസ്സിലാക്കും. അങ്ങനത്തെ മനുഷ്യൻ സൈക്കിളിൽ മാടിന്റെ മുകളിലേക്ക് കയറുക. ഇന്ന് മാടിന്റെ മുകളെന്ന് പറയുമ്പോ നമുക്ക് റോഡുണ്ട്, സൗകര്യങ്ങളുണ്ട്. അന്ന് മാടെന്ന് പറഞ്ഞാൽ അത് മാടന്നെയാണ്. കല്ലും മുള്ളും കട്ടയും വന്യമൃഗങ്ങളുള്ള സ്ഥലം. അവിടേക്ക് സൈക്കിളിൽ മുത്തിരി പോവുക. അവിടെ വെച്ചിട്ടാണ് വേദന വന്നു. അങ്ങനെ ആശുപത്രി കൊണ്ടുപോയി നല്ലപ്പോഴും അന്നും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അന്ന് മുസാഫർ ഫണ്ടാണ്. അന്ന് കണ്ടമാൻ മുസാഫർ വൈകുന്നേരം കഴിഞ്ഞാൽ പള്ളി കുറെ പല ഭാഗത്തു നിന്ന് ആളുകളുടെ യാത്രക്കാരുണ്ടാവും. നമ്മളെ ജുമാ മസ്ജിദില് യാത്രക്കാരുണ്ടാവും. അങ്ങനെ അവർക്ക് കഞ്ഞി ചോറും കൊടുക്കും ഭക്ഷണമൊക്കെ സഹായിക്കാൻ പതിവുണ്ടായിരുന്നു. അങ്ങനെ തുടർന്ന് മുന്നോട്ട് മുസാഫർ ഫണ്ട് പറഞ്ഞിട്ട് വ്യാപാരികളുടെ മുസാഫർ ഫണ്ട് ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. എല്ലാ കടകളിൽ നിന്നും വായിച്ച നിശ്ചയ സംഖ്യ പിടിച്ചിട്ടാണ് അത് ചെയ്തിരുന്നത്. ഒരു 60-65 കാലഘട്ടമായിരിക്കും. 70 കാലഘട്ടത്തിൽ തന്നെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് താഴെക്കോട് യൂണിറ്റിന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച് കൃത്യമായി തന്നെ മുസാഫർ യാത്രക്കാർക്കുള്ള ഒരു ഭക്ഷണം അവർക്കുള്ള കാര്യങ്ങളും ചെയ്യാന് കുളച്ചാലിൽ പിന്നെ ഉണ്ണിനാജിയുടെ നേതൃത്വത്തിൽ അന്ന് തന്നെ ജീവകാരുണ്യ പ്രവർത്തനം തുടങ്ങി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ബഹുമാന്യ നാസിർ മാഷ് സൂചിപ്പിച്ചത്. ഏതായാലും പറയുമ്പോ ഞാൻ അതിന്റെ ഒരു മധുഹബം കൂടി പറയട്ടെ. മൂപ്പര് ഏറ്റവും ചെറിയ മകൻ ഹംസകുട്ടിയൊക്കെ
ഞാൻ അംസക്കുട്ടീനെ വിളിക്കാം അംസക്കുട്ടിയൊക്കെ തന്നെയാണ് ഫ്രണ്ട്ഷിപ്പിന്റെ മുകളില്. അപ്പൊ അംസക്കുട്ടി ഒരു കഥ പറഞ്ഞിരുന്നു. അതായത് അന്ന് മൂപ്പര് അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാല് കഞ്ഞി വളർത്തലുണ്ട്, കഞ്ഞി വെച്ച് അന്നത്തെ ഏറ്റവും ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, പട്ടിണിയാണ്, മനുഷ്യന്റെ വിശപ്പ് മാറലാണ്. അപ്പൊ ജനങ്ങൾക്ക് കഞ്ഞി വെച്ചു കൊടുക്കും. കഞ്ഞി വെച്ച് കൊടുക്കുമ്പോ എല്ലാരും വന്നിരിക്കും, കഞ്ഞി വളർന്നു കൊടുക്കും. അപ്പൊ ഒരു ദിവസം അംസക്കുട്ടി ഒരു മക്കളാണല്ലോ, അപ്പൊ ഇമ്മ മറ്റേ ഉള്ളി കൊണ്ടുപോയിട്ട് ഒരിക്കൽ ചോറ് വിളമ്പി കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇണ്ണി നാജി ഇവരെ ചോറിന് മാറ്റി വെച്ചിട്ട് അവിടെ പോയിരുന്ന് കഞ്ഞി കുടിച്ചു. ഇങ്ങക്ക് ചോറ് പിന്നെ മാറ്റി വെച്ചു. ആരെല്ലാരും കൂട്ടത്തിൽ കഞ്ഞി കുടിച്ചു. അത് അംസക്കുട്ടിയൊക്കെ എന്നോട് പറഞ്ഞ കാര്യം. അപ്പൊ ഇങ്ങനത്തെ ഒരു മനസ്സിൽ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. കഞ്ഞിയൊക്കെ ഇട്ട് കഴിഞ്ഞാല് കഞ്ഞിന്നൊക്കെ 2 വറ്റ് കിട്ടുക. എന്റെ കഞ്ഞിയിൽ 3 വറ്റുണ്ട്, മറ്റേ എന്റെ കഞ്ഞി 4 വറ്റുണ്ട്. ആരെയും മരിച്ച പെണ്ണ് നിൽക്കാൻ ദിക്കറൊന്നുമില്ല. അന്നാണ് 40 അടിയന്തരം ഉണ്ടാവും, അച്ചാറും ചോറുണ്ടാകും. അതാണ് പെരുന്നാളിന്റെ പ്രതീതി അന്ന പരിപാടി. അതെങ്ങനെ മറ്റേ ഓരോരുത്തർക്ക് ഇന്നത്തെ മാതിരി ടേബിളും കാര്യങ്ങളൊന്നും അല്ല, നിലത്ത് സപ്ര വിരിക്കും. അതായത് ഒരു സപ്ര എന്ന് പറഞ്ഞ ഒരു സവറ വിരിക്കും. സവറിന്റെ മുകളിൽ മറ്റേ 3-4 മറ്റേ വാഴന്റെ ഇലയിടും. എന്നിട്ട് അതിന്റെ മുകളിൽ ചോറിടും. ചോറ് മറ്റേ നടുക്കൽ കുമ്പൾ കുത്തിയിട്ട് മറ്റേ മിക്കവാറും മറ്റേ കുമ്പളങ്ങക്കറി 1-2 കഷ്ണം ഇറച്ചിയുണ്ടാവും. എന്നിട്ട് അതിന്റെ മുകളിൽ പാടും. അതിന്നൊരു 8 ആളോ 10 ആളോ ആ ചവറക്ക് മുമ്പിലുണ്ടാവും. അവരതിന് അപ്പൊ ഇന്ന് നമ്മളിങ്ങനെ ഇന്നിപ്പോ നമ്മളിങ്ങനെ ഇറച്ചിന് കൊണ്ടുപോവാ, 2 കഷ്ണം ഇട്ട മസാല വേണ്ട, ആ കഷ്ണം നടന്നിട്ട കാലും ആ കാലും തമ്മിലൊക്കെ ഒരുപാട് വ്യത്യാസം. നാലത്തെ അലിപ്പുഹാജി നിലവില് പിന്നെ നാലത്തെ റസാഖിന്റെയും സലീമിന്റെയും അലിപ്പുഹാജി. നാലത്ത് ഹംസ്വാക്ക എന്ന് പറഞ്ഞാല് നമ്മളെ പിന്നെ സഫറോക്കാന്റെ, നസീറാക്കാന്റെ, മഹബൂന്റെ, പിന്നെ മുത്തുവിന്റെ, പിന്നെ കൊച്ചുവിന്റെ ഒക്കെ പാപ്പ. അവരൊക്കെ എന്താ ഈ പിന്നെ അൽപ്പാജിക്കും പിന്നെ ഹംസാക്കും പല കച്ചവടമായിരുന്നു. ഇന്ന് നിൽക്കുന്ന ബാങ്കിന്റെ അവിടെ ഗ്രാമീണ ബാങ്കിനോട് അല്ല നേരെ മുകളിൽ തന്നെ ഇവിടെ മറ്റേ മണ്ണിൽ അസൈനാക്കാൻ മസീനാക്കാനും മണ്ണിൽ അസൈനാക്കാനും വാപ്പ മുഹമ്മദാക്കാനും പിന്നെ അതിന്റെ മുകളിലായിരുന്നു മറ്റേ അംസക്കാന്റെ പലചരക്ക. പിന്നെ പലചരക്കുകളെ മാറ്റി മൂപ്പര് തേങ്ങ കച്ചവടം. തേങ്ങ കച്ചവടത്തിൽ എന്തായാലും താഴെക്കോട് ഒരു കൈമുദ്ര ചാർത്തിയ താഴെക്കോട് തന്നെയാണ്. കാരണം ഒരു പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനുള്ളില് പഴയ കാലത്ത് തന്നെ തേങ്ങ കച്ചവടത്തിന് പേര് കേട്ട സ്ഥലം താഴെക്കോട്. അത് ഇന്നും നിലനിർത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നും അത് തേങ്ങ കച്ചവടക്കാർ ഇന്നും നമ്മളെ താഴെക്കോടിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഉണ്ട്. ആലിപ്പോക്ക് അതുമാതിരി ആലിപ്പോക്ക ആ ബിൽഡിംഗ് ഇപ്പോഴേ പൊളിഞ്ഞിട്ടുള്ളൂ. ഇത്രയും കാലം ആ ബിൽഡിംഗ് അവിടെ ഓട് കച്ചവടം ആദ്യം പലചരക്കായിരുന്നു. എന്റെ ഓർമ്മ ആണെന്നാണ് നമ്മൾ. പിന്നെ മൂപ്പരത്തിലേക്ക് മാറി ഓടെ ഇഷ്ടിക അങ്ങനത്തെ സിമെന്റ് ഇതായി കാണുന്ന ബിൽഡിങ്ങിലാണ്. ഈ കാണുന്ന ബിൽഡിങ്ങില് പിന്നെ പള്ളിയുടെ ഓപ്പോസിറ്റുള്ള ബിൽഡിംഗ്, പഴയ ബിൽഡിംഗ് ഇപ്പോഴും അതേപോലെ തന്നെ നിൽക്കുന്നു. ഗ്രാമീണ ബാങ്കിലേക്ക് പോകുന്ന ആ ബിൽഡിംഗ് അതിന് ശേഷം കയറിയത്. അതിന്റെ മുമ്പാണ് കച്ചവടം ഉണ്ടായത് അല്ലേ. പിന്നെ ഇതൊക്കെ മരണപ്പെട്ട ആളുകളാണ്. നമ്മുടെ കച്ചവടത്തിലുള്ള മമ്മൂട്ടി, നമ്മുടെ പള്ളിക്കമ്പനി സെക്രട്ടറിയുടെ മരണപ്പെട്ട മമ്മൂട്ടിയാജി കച്ചവടം ഉണ്ടായിരുന്നു. മളികത്തോടെ മുഹമ്മദ് കുട്ടിയാജിക്ക് മരണപ്പെട്ട മൂപ്പർക്ക് കച്ചവടം മുട്ടിയാജിക്ക് കച്ചവടം, മൂപ്പര് ജ്യേഷ്ഠ മൊയ്തീൻ കുട്ടിയാജിക്ക് കച്ചവടം ഉണ്ടായിരുന്നു. മമ്മൂട്ടിയാജിക്ക് എവിടെയായിരുന്നു കച്ചവടം എന്നറിയോ? മമ്മൂട്ടിയാജിക്ക് കച്ചവടം ബാങ്കിലേക്കാണ് കയറുന്ന ടേണിങ്ങിൽ ഇപ്പൊ മറ്റേ ഫാബ്രിക്കേഷൻ പലർക്ക് തന്നെയായിരുന്നു. പിന്നെ പെട്ടി കച്ചവടമായിട്ട് നമ്മള് പണ്ട് ആ കച്ചവടം പിന്നെ നിങ്ങളെ വല്യപ്പാൻ പിന്നെ ഇവിടെ ഈ തോട്ടാശ്ശേരി കച്ചവടങ്ങളൊക്കെ ഇവിടെ സ്ഥിരം ബിൽഡിംഗ് എടുക്കാൻ പറ്റൂല. താൽക്കാലികമായ ഷെഡുകളിലെ കച്ചവടം നടത്തും. അതിൽ എടുത്തു പറയേണ്ട ഒരാളാണ് അച്ചിപ്പുറൈദുറാക്കാണ് പള്ളി ഭാഗത്ത് ആദ്യത്തെ കച്ചവടം തുടങ്ങിയത്. ആദ്യം മുപ്പരേക്ക് ഷർട്ട് കൊണ്ടായി മുപ്പര് വരിക. അപ്പൊ ആ മനുഷ്യരുന്നു അയാളുടെ അള്ളാഹു
മറന്നു നൽകട്ടെ. ആമീൻ ആമീൻ. അയാളുടെ ചങ്ങണ ഇഷ്ടംപോലെ ഇവിടെ ചെങ്ങണപ്പുല്ല് ചങ്ങണ കാപ്പി ഉണ്ടാവും, പിന്നെ ഒരു കുലാബി ഉണ്ടാവും. കൂടി പരിഷ്കരിച്ച് കുറച്ച് കാപ്പിയും കപ്പിയായി മാറി. അന്നൊരു പ്രത്യേക ഡയലോഗ് ഉണ്ടായിരുന്നു, ഒരു ബോർഡ് ഉണ്ടായിരുന്നു, ശരിയാണെന്നാണ് എന്റെ ഓർമ്മയില്ലേ, മത്തിപ്പൂള ഹാരിശേ എന്നൊരു ബോർഡ്. തച്ചങ്കാട് കുഞ്ഞിപ്പാക്ക, നമ്മുടെ നാട്ടിൽ മരണപ്പെട്ടു തച്ചങ്കാട് കുഞ്ഞിപ്പാക്കാന്റെ മകനാണ് തച്ചങ്കാട് മാമാരി ആരിസൊക്കെ. അതൊക്കെ പാടെ കൂടെ കച്ചവടം കാറ്റും കൂടെ, അതായത് ഇടക്ക കുട്ടി തമാശ കാണാപ്പുള ആരിസാന്റെ പേരൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ്. പിന്നെ കച്ചവടത്തെ നിങ്ങളെ ഇപ്പൊ പറഞ്ഞാല് ബസ് സ്റ്റോപ്പിൽ സാരിയുടെ കച്ചവടം, കച്ചവടം എല്ലാ മാസികളും എല്ലാ ബുക്ക് അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടും. നമ്മളെ പെട്ടിപ്പണി പിന്നെ ഫാൻസി എല്ലായിട്ടും നമുക്ക് ഫാൻസി മെയിൻ ആയിട്ട് സ്റ്റേഷൻ എല്ലാ ഐറ്റം ഉണ്ടായിരുന്നു. കംപ്ലീറ്റ് എല്ലാം. പിന്നെ പാത്രങ്ങള്, അലുമിനിയം സ്റ്റീൽ പാത്രങ്ങള്, വീട്ടുപകരണങ്ങൾ, എല്ലാ വീട്ടുപകരണങ്ങളും ഫാൻസിയും സ്റ്റേഷനറി ഒക്കെ ഉണ്ടായിരുന്നു. വട്ടപ്പറമ്പ് പോലെ അവിടുന്ന് ദൂരൊക്കെ വരുന്ന വട്ടപ്പറമ്പ് മുതല് ആളുകൾ വന്നിരുന്നു. പാത്രം വാങ്ങാനൊക്കെ ഇവിടെ നമ്മളെത്ത് വന്നിരുന്നു. പിന്നെ നമ്മള് ഇവിടെ സാധനം സ്റ്റോക്ക് ചെയ്യാൻ കഴിയാത്ത കാരണം ഇവിടെ സൗകര്യമില്ലാത്ത വീട്ടിലാക്കിയ സ്റ്റോക്ക് സാധനങ്ങളൊക്കെ പാത്രങ്ങൾ വെക്കാൻ. പെരുന്നാള് വളയിടാൻ വേണ്ടിട്ട് ഭയങ്കര തിരക്കായിരുന്നു. നമ്മള് ചോറ് കൂട്ടാൻ 3 മണിക്കല്ല വെച്ച് പെരുന്നാളിന് 2-3 ദിവസമൊക്കെ പോയി കട അടക്കലില്ല. പിന്നെ ഈ അലുമിനിയം സ്റ്റീൽ പാത്രം, ബാക്കി മൺപാത്രം ഒക്കെ അവിടെ കൊടുന്ന് വിൽപ്പനയും. അതായത് അന്ന് അങ്ങാടിയിലെ 4-5 പീടിക മുറിയില്ല കട കജമനാക്കാന്റെ. പീടിക മുറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ മറ്റു ബിൽഡിംഗ് നിരയിട്ട് നാലെണ്ണം ഏറ്റവും വലിയ കട അവരുടെ, ഏറ്റവും വലിയ ഷോപ്പ്. അത് അവിടെ പെരുന്നാളിന്റെ ഒക്കെ സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോ അതിലിപ്പോ എങ്ങനെ ഉദാഹരണം വെക്കുക, ഇന്നിപ്പോ മറ്റേ നമ്മള് പെരിന്തൽമണ്ണ മറ്റേ തലേ ദിവസം 2 ദിവസം തുണി ഷോപ്പിൽ തിരക്കുണ്ടല്ലോ, ആ ഒരു തിരക്ക്. അന്ന് കരിങ്കലത്താണിന്നും അമ്മനിക്കാട്ടുന്നൊക്കെ ആൾക്കാർ വന്നിട്ട് ഇവിടുന്നായിരുന്നല്ലോ പിന്നെ അന്ന് വള ഇത് എന്നൊക്കെ പറഞ്ഞാല് പെണ്ണുങ്ങളും കുട്ടികളും ഇട്ട് ഇറങ്ങല്ലേ, കുപ്പികളുടെ കാലാണ്. ഇന്നത്തെ റെഡിമെയ്ഡ് ഇല്ല. ഇന്ന് ഗോൾഡ് ആഭരണങ്ങളൊന്നും വന്നില്ല. ഫാൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുപ്പിയോള പൗഡർ കൺമഷി വേറെ കച്ചവടം മുന്നോട്ട് പോയി. പിന്നെ ഈ സാധനം സ്റ്റോക്ക് ചെയ്യാൻ നമ്മുടെ വീട്ടില് സംവിധാനം ഉണ്ടാക്കി. അപ്പൊ ആവശ്യം അവിടെ കൊണ്ടുപോകും പറയും. അങ്ങനെ എല്ലാ ഐറ്റംസും എല്ലാം കച്ചവടമാണ് ഇപ്പൊ നടത്തിയത്. പിന്നെ ഇതില് സാധനങ്ങൾ ഫാൻസി ഐറ്റംസ് കൂടുതൽ മദ്രാസ് ചെന്നൈയിൽ നിന്ന് കൊണ്ടുവരുന്നത്. നിങ്ങളെ മുത്താപ്പ സൂപ്പിപ്പാന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അപ്പൊ അവിടുന്ന് വലവക്കോട് കൊടുന്ന് ഇറക്കിയിട്ട് ട്രെയിനിൽ ഇറക്കിയിട്ട് പിന്നീട് സാധനങ്ങളായിട്ടും ബസ്സിലോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളൊക്കെ അന്ന് താഴെക്കോട്ട് പിന്നെ മൂത്താപ്പക്കാരന് മദ്രാസിലുണ്ട്. അത് താഴെക്കോടിനെ പിന്നെ അപേക്ഷിച്ച് താഴെക്കോട്ടയിൽ കൂടുതൽ ആൾക്കാരും ബോംബെ, മദ്രാസ്, ബാംഗ്ലൂര്, വയനാട് ഇങ്ങനെ ഈ മേഖലയിലാണ് താഴെക്കോട്ടയിൽ മൊത്തം അന്നത്തെ ഒരു ജീവിതം. മരണപ്പെട്ട് ബോംബെയിലാണ്. വാപ്പ മരണപ്പെട്ട് ബോംബെയിൽ വെച്ചിട്ടാണ്. ഗൾഫിക്ക് പോകാൻ വേണ്ടിട്ട് ബോംബെക്ക് പോയിട്ട് ബോംബെയിലാണ് വാപ്പ മരണപ്പെട്ടത്. പുത്തൂര് അബൂബക്കർ അബൂ എന്ന് പറയും. പിന്നെ ഹാർഡ്വെയറിന്റെ കച്ചവടമായിട്ട് നമ്മളെ കുഞ്ഞാമോക്ക അമ്പാട്ട് വർമ്മൻ കുഞ്ഞാമോക്ക ഇപ്പൊ നിലവിൽ കച്ചവടം ചെയ്യുന്ന AP ഇർഫാന്റെയും വാപ്പ AP കുഞ്ഞാമോക്ക. അയാളെ വ്യാപാരിയുമായി ബന്ധപ്പെട്ട് വ്യാപാര മേഖലയിൽ ഒരുപാട് സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിത്വമാണ്. ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്. കുഞ്ഞാമോക്കയാണ് ഇവിടെ പിന്നെ താഴെക്കോട് വ്യാപാരികളെ ഒന്നുകൂടി ഉഷാറാക്കി പ്രവർത്തനങ്ങളൊന്ന് ഊർജിതപ്പെടുത്തിയ ഏകീകരണ സ്വഭാവം ഉണ്ടാക്കി നല്ലൊരു പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരാള് എന്നുള്ള നിലക്ക് പിന്നെ കുഞ്ഞാമോക്കനെ എപ്പോഴും എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വമാണ്. അള്ളാഹു അദ്ദേഹത്തിന് മറുപുറത്ത് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മള് താഴെപ്പോൾ അങ്ങോട്ട് വികസനത്തിന് തലസ്ഥായി സൈഡില് പള്ളി നിൽക്കുന്ന സൈഡിൽ പള്ളിയത്തോടാണ്. അവിടെ പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കാൻ നമുക്കൊന്നും പാടില്ല. അങ്ങനെ ചില ഒരുപാട് ഓരോ കാലഘട്ടത്തിലും ഓരോ ആളുകൾ ആവശ്യപ്പെട്ടു ഇങ്ങനെ വാടക കൊടുക്കാൻ ചില റൂം ഉണ്ടാക്കിയിട്ട് പള്ളിക്ക് വരുമാനമാവുന്നു. പക്ഷെ കേൾക്കുന്ന അബ്ദുൽസ അടക്കലിന് അബ്ദുൽസ സത്യമായിട്ട് ഇതിലെ സംവിധാനത്തോട് യോജിപ്പാണ്. അവസാനം മനസ്സിനെ സംബന്ധിച്ച ബിൽഡിംഗ് ഉണ്ടാക്കി അന്നൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളുകൾ ഉണ്ടായിരുന്നു. പിന്നെയും പിന്നെല്ലാം സാധനങ്ങളാണ്. പിന്നെ നേർച്ചക്കാലം സുവർണകാലം അതൊരു 60. പക്ഷെ ഒറ്റ കാര്യം കുഞ്ഞാമാക്കനെ പറ്റി പറയുമ്പോഴേ നമ്മൾ ഇസ്രായേലിന്റെ ഒക്കെ ഒരു ഓർമ്മക്കുറിപ്പുണ്ട്. അതായത് നമ്മൾ നേരത്തെ നമ്മളറിയാത്ത ഒരുപാട് സഹായം ചെയ്തു. അതായത് ഒരു പേപ്പറിൽ മറ്റേ സഹായം ഉണ്ടെങ്കിൽ മൂപ്പര ഇതാക്കി വെച്ചിട്ട് മൂപ്പരെത്തി വരുന്നതൊക്കെ കളക്ഷൻ
എന്നിട്ട് അയച്ചു. പേപ്പറിൽ എന്തെങ്കിലും പരസ്യം കണ്ടോ? മൂപ്പർക്ക് സഹായം എന്ന് പരസ്യങ്ങൾ കണ്ട അതുമാതിരി മൂപ്പരന്ന് സിമെന്റ് ഇറങ്ങുമ്പോ ഈ സിമെന്റ് ഒക്കെ ഇറക്കുമ്പോ കോയിൻസ് കിട്ടും, സ്വർണ്ണ കോയിൻസ് 1 ഗ്രാം 2 അത് ഈ പാവപ്പെട്ടവര് കല്യാണം എന്ന് പറഞ്ഞാല് അവർക്ക് എടുത്തു കൊടുക്കും. ഇത് വേറെ ആള് പറഞ്ഞതല്ല, ഞാൻ നേരെ കണ്ടതാണ്, നേരിട്ട് കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം. വ്യാപാരി സമൂഹത്തോട് അതായത് മക്കാമുമായി ബന്ധപ്പെട്ട് തീർച്ചയായുമായി ബന്ധപ്പെട്ട് ഈ ഭാഗത്ത് ബിൽഡിംഗ് ഈ കച്ചവടം വികസിക്കാർക്കാണ് കാരണം ഇങ്ങനെ ഇവിടെ ഗവൺമെന്റ് പുറമ്പോക്കായിരുന്നു. പിന്നെ പെരുന്തമണ്ണ കഴിഞ്ഞാൽ പിന്നെ ചെറിയ അങ്ങാടി താഴെക്കുടനുള്ളൂ. പിന്നെ അവിടെ കരിങ്ങത്താണിക്ക് 1-2 കടകൾ മാത്രമേ. പിന്നെ ഈ പലചരക്കാളുകൾക്കൊക്കെ സാധനങ്ങൾ പാലക്കാട് നിന്ന് ശനിയാഴ്ച സാധനങ്ങളിലൊക്കെ ഒന്ന് ലോഡിൽ ഇറക്കും. പിന്നെ ഉണക്കമീൻ കൊടുക്കുന്നതിന് എൻ്റെ ഓർമ്മയിൽ അമ്മക്കാട് കരിമ്പന്തൊടിക്കാരുണ്ട്, ഓരോ പോത്തുമണ്ടി ഉണ്ടായിരുന്നു. ആ പോത്തുമണ്ടി എല്ലാ തിങ്കളാഴ്ചയും പോത്തുമണ്ടി ഇവിടെ വരുന്നത് പുറപ്പെട്ട് തിങ്കളാഴ്ച ചന്ത പോത്താണ് ചന്ത ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടുന്ന് പുറപ്പെട്ട പോത്താണ് വരല സ്ഥാനം മീനാക്കി കൊടുക്കുന്നത് പോത്ത് ഇറക്കി കൊടുത്തത്. അപ്പൊ നേർച്ചയെ പറ്റി പറയുമ്പോൾ നേർച്ച എന്ന് തുടങ്ങിയെന്ന അവസാനിച്ചത് വ്യക്തമായി ഓർമ്മ കിട്ടില്ല. നേർച്ചക്കാലത്ത് കംപ്ലീറ്റ് ഞാൻ അങ്ങാടി തന്നെയാണ്. നേർച്ചക്കാലത്ത് തന്നെ പെട്ടി പറയും ഈ വാർത്തക്കാരിലെ പെട്ടികളും ബാൻഡ് സെറ്റ് കാസറ്റ് അസറ്റ് ഒക്കെ ബാൻഡൊക്കെ അല്ലേ പരിപാടി. അത് തുടങ്ങി കഴിഞ്ഞാൽ ഒരു മാസം വരെ പെട്ടികളും തിരക്കന്നെ മരുന്ന് ഒക്കെ ഉണ്ടായിരുന്നു. ഉച്ചക്ക് തുടങ്ങി ഒരു പാതിരാക്ക് മാരാമറ്റത്തെ പെട്ടി ഏറ്റവും സദ്യമായത്. അവിടുന്ന് 1/2 സെറ്റ് ബാൻഡൊക്കെ കാരണം ഒരുപാട് ജനങ്ങൾ വമ്പിച്ച് ഇളകി മറിഞ്ഞു വന്ന് ഈ പാളത്തിലവിടെ നിൽക്കും. നമ്മൾ NVS തങ്ങൾ പാപ്പാന്റെ മുത്തുതങ്ങളൊക്കെ പാപ്പ NVS ഇവരൊക്കെ നേരത്തെ അവിടെ നിൽക്കും. എന്നിട്ട് ആ കൂടെ നെർച്ചന്റെ കൂടെ ഉണ്ട്, അവിടെ നിൽക്കും. ഇവിടുന്ന് ആള് യാത്രയൊക്കെ സ്വീകരിക്കാൻ ആളുകൾ അവിടെ ആ സമയം കൊണ്ട് അവിടെ കരുതുന്ന ബാൻഡ് സെറ്റും ബാക്കി എല്ലാ പരിപാടികളും. അങ്ങനെ ഓരോ ഭാഗത്തും മരുന്നുണ്ടാവും, എല്ലാ ഭാഗത്തും പെട്ടി അടക്കണമെന്ന് വരും. ഈ പെട്ടികളെ രാത്രി 12 മണി 1 മണിയൊക്കെ ആ കാലഘട്ടത്തിൽ ഒരുപാട് കച്ചവടക്കാരോട് ഒരുപാട് ആളുകൾ ഈ മക്കാമിന്റെ നേർച്ച ആശ്രയിച്ച് ജീവിച്ചിട്ടുണ്ട്. ഈ മക്കാമിന്റെ നേർച്ച നമ്മളിപ്പോ കോഴിക്കോട് നിന്ന് അലുവുണ്ട്, അലുവ ബത്തക്കാണ് കോഴിക്കോട് MUM ബസ്സിനുണ്ട്. അന്ന് MUM ബസ് അത് രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം പോയ ബസ്സുകളുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിരുന്നു. പിന്നെ ഈ നേർച്ചക്ക് അന്നും നല്ല ശതമാനം ആൾക്കാർ എതിർപ്പുണ്ടായിരുന്നു, ആളുകൾ. പക്ഷേ മറ്റു പല നേർച്ചപ്പോൾ എതിർപ്പുണ്ടായി നടക്കുമ്പോൾ ആ നേർച്ച മുന്നോട്ട് പോയി. നമ്മളെ 4 മുമ്പോട്ട് മാസങ്ങളൊക്കെ വളരെ ഭയങ്കരമായിട്ട് രംഗത്തൊന്നും അത് വിജയിച്ചില്ല. പിന്നെ ആ നേർച്ച കാലത്ത് ഈ യന്ത്രമഞ്ഞാല് ആനമണിയിൽ ഒട്ടകം നടത്തി കിഴക്കേ കുത്തങ്ങളിൽ ഓർമ്മിക്കപ്പെടുന്ന മറ്റു കാരണം അന്ന് ഈ നേർച്ച ഒരു സജീവമായി നടക്കണമെന്ന് ഈ ഇവിടെ വെച്ചിട്ട് നമ്മൾക്ക് ബസ് സ്റ്റോപ്പ് നിൽക്കാൻ അവിടെ അതിൻ്റെ അപ്പുറത്ത് ബാക്കിലായിട്ട് ആലുണ്ടായിരുന്നു. ആ ആലിൻ്റെ കുറെ ചീട്ട് കളിക്കാൻ വേണ്ടി ഈ ഷർട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് അന്ന് പിന്നെ ആൽമരം വന്നോ അടിവട്ടല് ആൽമരം താറും ഉണങ്ങിപ്പോയി. പിന്നെ ക്രമേണ വലിയ ആനോട് അന്ന് ആൽമരം മാറ്റിയ വെട്ടാനൊക്കെ ഏൽപ്പിച്ചതിലേക്ക് പോകുന്നു. കാരണം നമ്മളെ ആളന്മാരെന്ന് പറയാൻ പാടില്ല, ആദിവാസികൾ അവര് വന്നിട്ടാണ് ആൽമരം വിട്ടത്. അതിന്റെ ഏറ്റവും വലിയ രസകരമായ ഒരു ഓർമ്മ എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ഞങ്ങളൊക്കെ അന്ന് എൻ്റെ ഉമ്മാന്റെ വീടാണ് ഇവിടെ. അപ്പൊ അന്ന് പെരിന്തൽമണ്ണ ഭാരത് സർക്കസ് ഒക്കെ പിന്നെയാണ് മനസ്സിലാവുന്നത്. സർക്കസ് വന്നിട്ട് ഇങ്ങനെ സർച്ചിലേക്ക്, അതായത് അന്നത്തെ കാലത്ത് ഒരു സർച്ചിലേക്ക് ഉണ്ട്. ആ സർച്ചിലേക്ക് ഈ സർച്ചിലേക്ക് ഇങ്ങനെ വരുമ്പോൾ അന്ന് കറണ്ടില്ല, അല്ല സർക്കസ് കൂടാരത്തിന്റെ മുകളിൽ ഒരു ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്. ഈ ഫ്ലാഷ് ലൈറ്റ് ഇങ്ങനെ കാണും. അപ്പൊ ഈ രാത്രിയിൽ കറണ്ട് എവിടെയും ഈ ലൈറ്റിൽ കാണുന്ന ജനങ്ങളൊക്കെ എന്ത് മഹാത്ഭുതമാണ്. കാരണം ഈ ലൈറ്റ് ഇങ്ങനെ വരല്ലേ. ഈ സമയത്ത് ഞങ്ങളൊക്കെ പന്നിന്റെ വല്യമാന്റെ അവിടെ ഞാനിന്റെ അമ്മയൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞ ഓർമ്മ പിറ്റേന്ന് രാവിലെയാണ് ആൽമരം ഇടിപെട്ടേ.
അത് വലിയ വലിയ പ്രത്യേകത. പിന്നെ ബാക്കിയുള്ള കച്ചവടക്കാരിപ്പോ ഇവിടെ പച്ചമീൻ കച്ചവടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് പച്ചക്കറി കച്ചവടം മമ്മൂക്കന്റെ വാപ്പ പിന്നെ മുഹമ്മദ് അജി നേരത്തെ കൊടുത്തത് സ്റ്റാഫുകളൊക്കെ ഉണ്ടായിരുന്നു. മെയിനായിട്ട് അന്ന് മീന് ഇന്നത്തെ മാതിരി തൂക്കലോ അല്ലെങ്കിൽ എണ്ണലൊക്കെ കുറവാണ്. അന്ന് ലോറിയിൽ കൊണ്ടുപോകും. ലോറിയിൽ കൈക്കോട്ടുകൊണ്ട് ഈ പൂയിക്കോട്ടേക്ക് കോഴിക്കോട്ടാണ് പിന്നെ മരത്തിന്റെ കൊട്ടയാണ്. മീൻ കൊട്ട എന്നതിന് പറയാ. അതായത് മുള കൊണ്ട് ഉണ്ടാക്കിയ മുള കൊണ്ട് മുടഞ്ഞുണ്ടാക്കണ കൊട്ട. ആ കൊട്ടയിലേക്ക് മീനെ കൊണ്ട് കോഴിട്ട് പിന്നെ അത് തൂക്കല്ലേ വാരി കൊടുക്കലാണ്. പച്ചക്കറി കച്ചവടം രംഗത്ത് ഏറ്റവും ടോപ്പ് നമ്മുടെ സി എച്ച് ബാപ്പുവാജിയാണ് പച്ചക്കറി ഹോൾസെയിലും മറ്റൊന്നും റീറ്റെയിലൊക്കെ ആയിട്ട് കച്ചവടം ചെയ്തിരുന്നു. കണ്ടമാനം കയറ്റി കച്ചവടമായ പച്ചക്കറി ഒരുപാട് കാലം തേങ്ങയും പച്ചക്കറിയൊക്കെ ഇവിടുന്ന് ഒരുപാട് കയറ്റി പോയിരുന്നു. പിന്നെ അതുപോലെ പൂള കച്ചവടം, ഉണക്കപ്പുള. അത് താഴെക്കൂടുന്ന ഏറ്റവും കൂടുതൽ കയറ്റുമതി ഉണ്ടായിരുന്നത് പച്ചക്കറി, അതുപോലെ തന്നെ പൂള, പിന്നെ മറ്റേ വേറെന്തോന്നും പറഞ്ഞല്ലോ ഏറ്റവും മീൻ തേങ്ങ കച്ചവടത്തിൽ ഓർത്തു പോണത് അതിന്റെ വാപ്പാന്റെ മുമ്പില് മീൻ കച്ചവടം ചെയ്യുന്ന പീട്ടി കുഞ്ഞിതൊക്കെ ഗൾഫിലേക്ക് പോയപ്പോ അത് ഇപ്പഴാണ് പിന്നെ അത് കൊണ്ടുനടന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ ഗൾഫിലേക്ക് പോയപ്പോ ആലിപ്പാനെ ഏൽപ്പിച്ചു. ആലിപ്പാൻ ഇപ്പാന്റെ നിലവിൽ ആലിപ്പാക്ക് ഇപ്പോൾ ഒരു 50 വർഷത്തോളമായി തുടരുന്നുണ്ട്. അതിൽ ആലിപ്പയും ഞാനും കൂടി മറ്റേ ഇപ്പൊ ഗൾഫിൽ പോയപ്പോ മറ്റേ ഒരു 2 വർഷത്തോളം ഞങ്ങൾ ഒരുമിച്ച് ചെയ്തപ്പോ പിന്നെ ഞാൻ എന്ത് കെട്ടി അന്ന വിഷയം ഇതാണ്. ഞാനന്ന് വളരെ ചെറിയ കുട്ടിയാണ്. ആലിപ്പ അധ്വാനിക്കും, എനിക്ക് അതിന്റെ പങ്ക് തരും. സത്യത്തിന് ഞാനന്ന് ചെറുതാണ്. അപ്പൊ ഓരെന്താ കെട്ടി എനിക്കൊരു സംഖ്യ ഒരു പങ്ക് അതിന് തരും. അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, എനിക്ക് കാപ്പറമ്പില് അല്ല മീൻ അവിടെ ഇറക്കിത്തരും. അപ്പൊ വണ്ടിക്കാരവിടെ വന്ന് ഇറക്കിത്തരും. അപ്പൊ അവിടെ കച്ചവടം ചെയ്യും. ഇപ്പൊ ഗൾഫിലേക്ക് പോകുന്നത് വരെ ഞാൻ അവിടെ ചെയ്യാം. പിന്നെ നിങ്ങള് ഓർമ്മയില് ഏതൊക്കെ കച്ചവടക്കാരുണ്ട്? വീടി കമ്പനികളുണ്ടായി. KMT പിന്നെ മുമ്പേ വാപ്പന്റെ KMTയുടെ പേരെന്തായാലും ജലീലക്ക, വഹാബക്ക, റസാഖക്ക, അവരൊക്കെ വാപ്പ മമ്മൂട്ടി വെച്ച്. അപ്പൊ നിലവിൽ ഇപ്പോഴും വീട് കമ്പനി ബിൽഡിങ് അതിൽ തന്നെ ആയിരുന്നു. ആ കമ്പനി തന്നെ നിലവിൽ ഇപ്പൊ കാപ്പുറമ്പില് വീട് കമ്പനി തുടരുന്നുണ്ട്. വഹാബ് ഇപ്പൊ നിലവില് മകൻ വഹാബാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവര് ജോക്കർ, KMT ഈ 2 വീടുകളുണ്ടായി. AP ആപ്പോട്ടിയച്ചിന്റെ നേതൃത്വത്തിൽ AP വീട് കമ്പനി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അങ്ങാടിലെ AP വീട് കമ്പനിയൊക്കെ ഇവിടുത്തെ മദ്രസയുടെ നടത്തിപ്പിലൊക്കെ അന്ന് സാമ്പത്തിക സഹായം നൽകി മാസം ബിസിനസ് സംഖ്യയൊക്കെ എടുത്തിട്ട് അന്ന് സഹായിച്ചാലും പറഞ്ഞു കേൾക്കാം. ആ ബീഡി കമ്പനിയുടെ രസം പറയുമ്പോഴേ ഞാൻ രസകരമായൊരു കഥ പറയാം. അന്ന് ബീഡി കമ്പനിയിലൊക്കെ ഒരു കമ്പി പോലെ എന്നാ പറയാ, മറ്റേ നമ്മൾ അച്ചസ്ട്രോഗൻ ചൊല്ലിയാണ് അതിന്റെ യഥാർത്ഥ വാക്ക്. അതിൽ മറ്റേ നേരം വെളുക്കോളൊക്കെ ഒന്ന് ബീഡി ഇറക്കുമ്പോൾ ഒരാളവിടുന്ന് പാടും. ഒരു 10 ആളുണ്ടെങ്കിൽ 2 ഗ്രൂപ്പായിട്ട് മാറും. എന്നിട്ട് അവിടുന്ന് ഒരാൾ പാട്ട് പാടും. അതായത് പാട്ടിൽ പാടിയ അതിന് മറുപാട്ട് ലാസ്റ്റ് 3 അക്ഷരത്തിൽ ഒരു അക്ഷരമാണ് പാടുക. ആ പാട്ടിനൊരു ഒരു സിമ്പിൾ വേണമെങ്കിൽ ഞാൻ പറയാം. കമ്പി നിലയോടെ ഇറങ്ങി വാട, ധൈര്യമുണ്ടെങ്കിൽ മറുത്ത് പാട്, വിഡിത്തരത്തിന് പോണ നേരം മായ, വെച്ചൂടെ പൂളക്കമ്പ് ചുംബിതമായ. അപ്പൊ ഈ മായയുടെ അവിടുന്ന് വിളിക്കണം മറ്റവരെ. അന്നത്തെ ഒരു കാലം ഓർമ്മിപ്പിക്കപ്പെടുന്നത് ഇതുപോലെ എപ്പോഴും ഈ ആളുകൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അതൊക്കെ ഓർമ്മ. കാരണം അന്നിപ്പോ ഇതുപോലെ മറ്റേ ഇത് ടെലിവിഷൻ ഇല്ല, റേഡിയോ വളരെ അപൂർവമായിട്ട് റേഡിയോ ഉള്ളു. നെൽക്കുവിന്റെ റേഡിയോ സ്ഥലത്തിലാണ് വാർത്ത കേൾക്കാൻ വൈകുന്നേരം ആളുകൾ കടിച്ചു കൂടും.
പിന്നെ ഇതില് വീടിയൽപ്പയെ സംബന്ധിച്ചാണ് വീടിയൽപ്പ അന്ന് പ്രധാനപ്പെട്ട തൊഴിൽ. അത് വീടിയൽപ്പ പഠിച്ചുണ്ടാക്കുക കാരണം വീടിയൽപ്പ അറിയുന്നത് പെണ്ണ് പ്രത്യേക പരിഗണന. പെണ്ണ് കെട്ടാൻ വീടിയൽപ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക പരിഗണന ഉണ്ട്. അതായത് ഇന്ത്യക്ക് ഓർമ്മ കാലത്ത് വീട് തിരപ്പ് അറിയുന്നവന് പെണ്ണ് കിട്ടാൻ പ്രയാസമില്ല. കാരണം എന്താ വെച്ചാൽ നിത്യ തൊഴിലുണ്ട് എന്നുള്ള നിലക്ക്. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്ഥാനം പിന്നെ വന്നത് ഗൾഫുകാരനാണ്. ഗൾഫിൽ നിന്ന് വന്ന ഒരു എവിടെ ചെന്നാലും പെണ്ണ്. മറ്റ് തൊഴിലില്ല. കാരണം കൃഷി മാത്രമേ ഉള്ളൂ. ഇന്ന് കാണുന്ന മറ്റേ ഹോട്ടലുകളോ വ്യാപാര മേഖലയോ ഒന്നുമില്ല. കൃഷി മാത്രമേ ഉള്ളൂ. കൃഷി എന്ന് പറയുന്നത് ആ ഒരു ഇത് സമയത്തുള്ള അത് കിട്ടുക എന്ന് പറഞ്ഞാൽ അരിയാണ് കിട്ടുക. പിന്നെ കിട്ടുന്ന തുച്ഛമായ സംഖ്യ ആയിരിക്കും. അപ്പൊ ഇതിന് കാത്തു കെട്ടി കിടക്കണം. ദാരിദ്ര്യം അതിന്റെ യഥാർത്ഥ രൂപം. വീട് കമ്പനിയെ പറ്റി പറയുമ്പോൾ കാജാ വീട് കമ്പനി പേരിട്ട കാജാ വീട് കമ്പനിയുടെ മുതലാളി നമ്മളെ പള്ളിക്ക് ആദ്യമായിട്ട് മൈക്ക് കൊടുത്താണ് പറഞ്ഞു കേട്ടത്. മുതലാളിയാണ് പള്ളിക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്ക് എല്ലാം 100% പറയാം. പിന്നെ ഈ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചും വളരെ ദയനീയമായിരുന്നു. ഒന്നൊരു പെരുന്നാൾ കാണുന്ന സീക്കും ഇതിന് കാണുന്ന പോകണം നടന്നു പോലെ മിക്കവാറും അധികം ബസ്സൊന്നുമില്ലല്ലോ. ഇപ്പോഴെങ്കിൽ രാവിലെ വരുന്ന ബസ് മാത്രമേ. അപ്പൊ അവിടെ ഈ ഇതിലൂടെ യതീന്ദ്രൻ വഴി പ്രോത്സാഹനം മേമോട്ടേജിന് ആ വീട് ഇപ്പൊ നിൽക്കുന്ന ആ റൂമില് ഭാസ്കരൻ വൈദ്യ അനുജൻ കൂടിയാണ് ഡോക്ടറാണ്. അതിൽ അനുജൻ യതീന്ദ്രൻ വൈദ്യര് ഇവിടെ തിരിഞ്ഞിരുന്നു. ഭാസ്കരൻ വൈദ്യര് മുന്നോട്ട് പോകണം. യതീന്ദ്രൻ വൈദ്യ കഴിഞ്ഞ കഷായം ഈ ആയുർവേദ ചികിത്സ യതീന്ദ്രൻ കാണും. പിന്നെ കാണാം പിന്നെ ഇവിടെ റുക്കിയ ഫാർമസി കാണും. റുക്കിയ ഫാർമസി ഡോക്ടർ മുഹമ്മദ് സ്ഥലങ്ങാട്ടിലാണ് വീട് നിൽക്കുന്നത്. ഡോക്ടർമാർക്ക് ഡോക്ടർ എന്നല്ല, പക്ഷെ എവിടേക്കോ ഹോസ്പിറ്റലിൽ എവിടെയും ഈ ഡോക്ടറെ കയറി നിന്ന് ചെറിയ പരിചയമൊക്കെ ഉണ്ട്. പക്ഷെ താഴെക്കോട് വന്നിട്ട് ഡോക്ടർ മുഹമ്മദ് അറിയപ്പെടും. ഇത് എടുത്തു വരേണ്ട വ്യക്തിയാണ്. ഇവർ താഴെക്കൂടെ എന്ത് ആക്സിഡന്റ് ആകുമ്പോൾ എന്ത് പ്രശ്നം ഉണ്ടായാലും അത് ഡോക്ടർമാർ ചാടി പറഞ്ഞു വരും. ഡോക്ടർമാർ സഹായിക്കാൻ മുന്നോട്ട് വരും. അയാളുടെ ഇതിന്റെ പേര് പെൻറ്റൊക്കെ തുന്നിയിട്ടുണ്ട്. തുള്ളി തുന്നും, ഇഞ്ചക്ഷൻ ചെയ്യും, ചെറിയ കീറലും മുറിക്കലും ഒക്കെ അത്യാവശ്യം എല്ലാം ചെയ്യും. ഡോക്ടർ മുഹമ്മദ് ഖാനെ പറ്റിയിട്ട് ഒരു ഓർമ്മ പറയുമ്പോഴാണ് ഇതൊക്കെ നമുക്ക് ഓർമ്മ വരുള്ളൂ. ഞാന് മറ്റേ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ഞങ്ങള് ബോർഡർ കെട്ടാൻ പോകും. അപ്പൊ ഞാനും നമ്മളെ കോടങ്കാള ഇസ്മായിൽ ഇപ്പൊ നിങ്ങൾക്കൊന്നും ഓർമ്മ ഉണ്ടാകാൻ വഴിയില്ല. മാസ്ക് ഓർമ്മ ഉണ്ടാവും. ആക്സിഡന്റിൽ മരിച്ചു കോടങ്കാള മൊയ്തീൻകാക്കാന്റെ മൂത്തമാര്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരുമാണ് ഇതിന് പോകാൻ. അന്ന് CPM ഞങ്ങൾ രണ്ടുപേരും ബോറൊട്ടിക്കാൻ ആളുള്ളൂ. വേറെ ആരുമില്ല. അപ്പോൾ CH സഖാവ് വാപ്പുവാക്കി അന്ന് ഞങ്ങൾക്ക് 20 റുപ്യക്ക് 10 റുപ്യക്ക് 5 റുപ്യക്ക് മൈത്തുത്ത് 5 റുപ്യക്ക് മൈദയും. ഈ മൈത്തുത്തും മൈദയും കൂടി മിക്സാക്കി കഴിഞ്ഞാൽ നല്ലൊരു പശയോ. ബാക്കി 10 റുപ്യ നമുക്ക് വട്ടച്ചെലവിനാണ്. അതായത് 10 റുപ്യക്ക് വലിയ സംഖ്യയാണ്. 30-20 റുപ്യ. ഞങ്ങൾ നേരം വെളുത്തോളം മല ഉണ്ടാവി കയറി ഇത് ഒട്ടിക്കൊരു ദിവസം ഞാൻ ഒരു തേക്ക് മരത്തുമ്പോൾ കയറിയപ്പോൾ ഞാൻ വീട്ടിൻ്റെ ഇതിന് 3 തുള്ളി നിങ്ങൾക്ക് നോക്കി കാണുമെന്നറിയില്ല. അതായത് തേക്ക് മണ്ണ് പോയിട്ട് 3 ചുണ്ട് മുറിയിട്ട് ഞാൻ അങ്ങനെ മുഹമ്മദ് ഡോക്ടറെ എടുക്കാൻ പോകണതാണ്. ഡോക്ടറല്ല, കമ്പൗണ്ടറാണ്. പക്ഷെ മൂപ്പിന് തുന്നി കിട്ടിയ ചുണ്ടാണ് എപ്പോഴും ഞാനിപ്പോൾ ഡോക്ടർമാർക്ക് ഇതിലൊക്കെ എല്ലാവരും സഹായിക്കണം. എല്ലാവരും സഹായിക്കാൻ ഓടിക്കുന്നതാണ്. പിന്നെ അത് കൂടാതെ ഇവിടെ ഒരു ആളുടെ ഹോമിയോ ക്ലിനിക്ക് മുബാറക് ഹോമിയോ ക്ലിനിക്ക്. ഇവർ രണ്ടുപേരെ നാട് വീട് ഏകദേശം മുസ്ലിങ്ങൾ ഓരോരുത്തരും. അന്ന് പൈസ എന്തെങ്കിലും ഇവരെ പൈസ കിട്ടിയിട്ട് വേണം കൂടുതൽ അരിവാങ്ങുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇവർക്ക് പൈസ എത്തിക്കാൻ സംവിധാനമില്ല. അപ്പോൾ MEMS വൈകുന്നേരത്ത് പോകുമ്പോൾ അതിൻ്റെ ഡ്രൈവറെയൊക്കെ ഒരു കവറിലാക്കിയിട്ട് വീരാൻകുട്ടിയാക്കി മറ്റേ നമ്മൾ ഡോക്ടറാക്കി
പൈസ കൊടുക്കും, അവിടെ എത്തിച്ചു കൊടുക്കും. അവിടെ എത്തിച്ചേർക്കാം. അതിന് വേറെ ആടെയും മാഷ് മറന്നു, നമ്മളെ ഭാസ്കരൻ വൈദ്യ അപ്പൊ ഹോമിയോ ഉണ്ടായിരുന്നു, പിന്നെ നാടൻ ചികിത്സ ഉണ്ടായിരുന്നു, പിന്നെ അലോപ്പതി ഉണ്ടായിരുന്നു. അതായത് ഹോമിയോയുടെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. നമുക്ക് ജലദോഷം എന്തെങ്കിലും ചെന്ന് കഴിഞ്ഞാല് മൂപ്പരൊരു പൊടി മൂപ്പിൽ മണപ്പിക്കും. അതാണ് മണപ്പിച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് തുമ്പന്നെ കാരണം തുമ്പിയോട് കൂടെ അതോടുകൂടെ ഏകദേശം ആ തലയുടെ കെട്ട് കണക്കുണ്ടാവും. ഇനി വേറെ എന്തെങ്കിലും പിന്നെ ഇതിൽ നിന്നും പെടാത്ത ആളുടെ ഒരു വ്യക്തികളൊക്കെ കണ്ടപ്പാടി അബ്ദുക്കാർ എല്ലാവരും അറിയപ്പെടുന്ന അങ്ങനെ തന്നെ. നേരത്തെ പറഞ്ഞ ഓരോരുത്തരും അറിയപ്പെടുള്ളൂ. അപ്പൊ അയാള് അബ്ദുക്കാർക്ക് ഈ വൈകുന്നേരം കച്ചവടം ഉണ്ടാവും. വൈകുന്നേരം എന്തെങ്കിലും കുപ്പി കുറച്ച് പൊടി മറ്റൊക്കെ ആക്കിയിട്ട് പല്ല് വേദനയൊക്കെ മറ്റു കുറച്ച് ചികിത്സ അങ്ങനെ അങ്ങനെ മലപ്പുറത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം ഒരുപാട് സ്ഥലത്ത് വൈകുന്നേരം ആയ മൂപ്പര കച്ചവടം. അപ്പൊ ഈ ഇങ്ങനെ നടന്നിങ്ങനെ ഒരു മോട്ടോർ സൈക്കിൾ കൊണ്ടുവരുന്ന മൂപ്പരായിരുന്നു. പിന്നെ സൈക്കിൾ പിന്നെ മോട്ടോർ സൈക്കിൾ അല്ല ഉദ്ദേശിച്ചത്, ആ ലൂണ കുറച്ച് നീണ്ടിട്ടുള്ള ആളല്ലേ. യന്ത്രൻ അദ്ദു എന്ന് പറഞ്ഞാൽ അന്ന് റോഡ് സൈഡിലെ കച്ചവടങ്ങൾ തന്നെയാണ് കാര്യമായിട്ട്. കച്ചവടങ്ങളൊക്കെ ലീഡറായിരുന്നു. മൂപ്പരെ പറ്റിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് നമ്മള് അങ്ങനെ പറഞ്ഞാവില്ല. സാമ്പത്തിക ശേഷിയോടെ പോലെ അവസാനം വരെ കാര്യങ്ങൾ സാമ്പത്തികമായിട്ടൊന്ന് മൂപ്പര് പറഞ്ഞൊരു വാക്കുണ്ട്, അതായത് എന്നോട് നേരിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്. അതായത് ഞാൻ ഏത് നാട്ടിൽ പോയാലും അവിടുത്തെ മണ്ണ് വിട്ടിട്ടെങ്കിലും ഞാൻ എന്റെ കുട്ടികൾക്ക് അറിവാക്കില്ല. അവസാനം നമ്മളെ കടയിൽ നിന്ന് മാളിയും താലൊക്കെ അങ്ങനത്തെ ബിസിനസ് ലാസ്റ്റ് തുടങ്ങി. ഇപ്പൊ അല്ലെങ്കിൽ സാധനം കൊണ്ടുപോകും, സത്യല് ഇറക്കം ഇവിടെ പൂരുണ്ടാകുമ്പോൾ അവിടെ കച്ചവടം. പിന്നെ നമ്മള് താക്കോടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഓർമ്മയില് ഇത്തരം കാര്യങ്ങൾ കാര്യത്തിലൊക്കെ ഒന്നുമില്ല. നമ്മള് ഇവിടെ ഓർമ്മിക്ക അങ്ങാടിൽ എപ്പോഴും കാണാം. ഓർമ്മിക്കപ്പെട്ട അങ്ങനെ താക്കോട് അങ്ങാട് ഓർക്കാൻ നമ്മുടെ കുഞ്ഞാമ്മക്കല്ലേ കുറച്ച് ആദ്യം മനസ്സിലായിരുന്നു. അയാള് കുട്ടികളാക്കേണ്ട കുഞ്ഞാലും ഓർക്കാനിട്ട് അങ്ങനെയാണ്. അതുപോലെ വേറെ ആൾ പാർലിബായി എപ്പോഴും കുറെ കാലം കഴിച്ചു കുട്ടികളെ പാർലിബായി സാധു മനസ്സിലായി പച്ചപ്പാവും. അയാളെപ്പോഴും അങ്ങാടിൽ ചുറ്റുപറ്റുന്നതൊക്കെ കണ്ടു പോകുന്നുണ്ട്. അതുപോലെ നമ്മുടെ മറ്റേ കുറച്ചാലും അംസകനം വേദിയും കുട്ടിയാക്കാം. മൂപ്പര് ഒരുപാട് ബോംബെ കഴിച്ചു വിട്ടാണ്. ഇവിടെ വന്നാൽ ഫാൻ ഷർട്ടൊക്കെ മൂപ്പര് എല്ലാവരും ഫാൻ ഷർട്ടും ഉണ്ടാവില്ലോ. തമാശ ഒരു നല്ല പിന്നെ ഞമ്മക്ക് ആ പാലുവായിയേക്കാം ഓർത്തുകൊണ്ട് തൊപ്പി പച്ച ഷാളും അതിൽ കുഞ്ഞാമ്മക്കനെ പറ്റി പറയുമ്പോൾ അന്നത്തെ കാലത്തിന്റെ ഒരു ചരിത്രം കൂടിയാണ് നാട്ടിലെ. അന്ന് ലേലക്കുറി ഉണ്ടായിരുന്നു. ലേലക്കുറി എന്ന് പറഞ്ഞാൽ ലേലക്കുറി വെക്കുമ്പോൾ തന്നെ തീരുമാനം ഉണ്ടാവും. മറ്റേ ഒരാൾക്ക് വലിയ 3 പപ്പടം അല്ലെങ്കിൽ 4 പപ്പടം, കുമ്പളങ്ങ ചാറ്, ചോറ്, അത് കുറി വിളിക്കുന്നവൻ ഫുഡ് കൊടുക്കണം. അപ്പോൾ ചിലത് ഇറച്ചിയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ റയറാണ്. അതായത് വളരെ കുമ്പളങ്ങച്ചാറും പപ്പടം എണ്ണം പറയും. അതായത് ഒരാൾക്ക് 3 പപ്പടം കൊടുക്കണം അല്ലെങ്കിൽ 2 പപ്പടം കൊടുക്കണം. അപ്പോൾ ഈ ഭക്ഷണം മറ്റേ കുറി വിളിച്ച ആളെ അന്ന് വീട്ടിൽ വെച്ചിട്ടായിരിക്കും മറ്റേ ഈ ഇതുണ്ടാകുക. അപ്പോൾ അതിന് വേണ്ടി ആളുകൾ കാത്തു വെക്കും. കുഞ്ഞായമ്മക്ക സ്ഥിരമായിട്ടിൻ്റെ പണിട്ട് എന്തിന് ഈ കുരുടെ കായ് അന്നാണ് കുരുടെ കായ് കൊടുക്കുക. അപ്പോൾ ഇദ്ദേഹത്തെ കൊണ്ടുപോയാൽ ഭക്ഷണം കിട്ടും. അതെ കുഞ്ഞായമ്മക്ക ഞാൻ പിന്നെ മറ്റുള്ള പേരുകൾ പറയാതിരിക്കണം. എന്താ വേറെ എന്തെങ്കിലും ഓർമ്മകളിൽ ഒരുപാട് സമയം അല്ല കുഴപ്പമില്ല. ഏതായാലും ഇന്നത്തെ വീഡിയോയില് പിന്നെ മാക്സിമം നമ്മള് താഴെക്കോടിന്റെ ആ ഒരു ചരിത്രം ഒരു നീണ്ട അരപ്പതിറ്റാണ്ട് പറഞ്ഞ ഒരു 60 വർഷത്തിലും അപ്പുറമായിപ്പത്, നൂറ്റാണ്ടിലപ്പുറത്തുള്ള ചരിത്രങ്ങള് പ്രയാളത്തെ മുഴുവൻ ആളുകൾ സുന്നത്ത് കല്യാണം കഴിച്ചിട്ടുള്ള സുന്നത്ത് കല്യാണം കഴിച്ചിട്ടുള്ള നല്ല പെരുമാറ്റം
മാഷേ ഈ സുന്നത്തിന്റെ എന്ന് പറയുമ്പോ മറ്റേ ഇപ്പത്തെ കുട്ടികൾക്കൊന്നും എന്താ അറിയില്ല പോലെ പല ഓർമ്മയില്ലാത്ത കാലത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് സുന്നത്തിലാണ് കഴിച്ചാണല്ലോ അന്നത്തെ കാലത്ത് അതല്ല ഒരാൾ മടി വെച്ച് കണ്ണ് പൊത്തും കണ്ണു പൊത്തി 2 ഗരുക്കളി എന്റെ ഉള്ളിൽ പച്ച ഈർക്കിളി എണ്ണ തേച്ചിട്ട് ചൂടാക്കും അപ്പൊ നമ്മള് ഒരലും വേണ്ടി ഇരിക്കും അന്നൊക്കെ എനിക്കൊരു 6 or 7 വയസ്സാണ് എന്റെ ചെറിയ 7-8 വയസ്സ് എനിക്കുണ്ട് ഞാൻ ലസം വലുതായിട്ടാണ് എന്റെ ചെറിയ അനിയന് 1-2 വയസ്സുള്ളൂ നാസറിന് അപ്പോ മറ്റേ 2 പേര് പിടിക്കപ്പോ ഒന്നിന്റെ അമ്മാവൻ തന്നെ പിടിക്കുന്നത് ഒരാൾ 2 പേര് 2 കജ്ജി പിടിക്കും ഒരാൾ കണ്ണ് പൊത്തും എന്നിട്ട് ഒരലും വരുത്തി പച്ച ഈർക്കിളി എണ്ണയിൽ ചൂടാക്കിയത് ഇട്ടിട്ട് ഒന്നിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് പാലക്കാട് ഭാഗത്ത് അപ്പൊ ഇപ്പൊ വേറൊന്ന് ഉപയോഗിക്കണം നമ്മളീ സ്പ്രേ ഉണ്ട് കരിപ്പിക്കാൻ സ്പ്രേ എടുക്കും സ്പ്രേ അടിച്ചാൽ ചിലപ്പോൾ ചെയ്യണം പിന്നെ അതുപോലെ ബാർമാരെ കൂടുതൽ 30 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒസാമയമാക്കാം ഒസാമാക്കാൻ അവിടെ നാസറിന്റെ കൊപ്പ ഒസാമാക്കാൻ ഒരു പൊതുപ്രവർത്തനം കോൺഗ്രസ് സജീവ പ്രവർത്തകനാണ് കാലക്കൂടെ എന്ത് സംഭവം കൊണ്ട് എന്തുണ്ടെങ്കിലും അതിന്റെ റിസൾട്ട് അത് വൈകുന്നേരം മയമാക്കാൻ ചുറ്റുപാടും കൂടും ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടമാണ് നിങ്ങൾ ഈ പറയുന്ന കാലഘട്ടം. പിന്നെ അതും കഴിഞ്ഞ് പിന്നെ നമ്മളെ ഈ നാണയക്ക ഇവിടെ ഈ ജനലോട്ട് മുമ്പിലായിട്ട് ഉണ്ടായിരുന്നു. നാണയക്കാന്റെ പ്രത്യേകത മൂപ്പനും മറ്റേ ഇവരൊക്കെ കൂടിയിട്ട് അന്ന് DMK ഉണ്ടാക്കി. DMK ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ വലിയൊരു DMKന്റെ സ്ഥാപിക്കുകയും ചെയ്തു. നാണയക്ക ഏതായാലും ഇന്നത്തെ വീഡിയോയിൽ വളരെ കൃത്യമായി തന്നെ ബഹുമാനായ MT ഹസീനാർ മാസ്റ്റർ നമ്മളെ സീനിയോറിറ്റി പ്രകാരം അതല്ല അത് വിഷയമല്ല ചർച്ചയിൽ നമ്മൾ ചില ആളുകളൊക്കെ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. ഏതായാലും വളരെ കൃത്യമായി തന്നെ ഏറ്റവും കൃത്യമായി അങ്ങാടിയുമായി താഴെക്കോട് അങ്ങാടിയുമായി ചെറുപ്പം തൊട്ട് ഏതാണ്ട് ഒരു പിന്നെ മദ്രസ പിന്നെ സ്കൂൾ കാലഘട്ടത്തിൽ ഒരു 5-6 വയസ്സ് മുതലുള്ള കാലഘട്ടം കൃത്യമായി തന്നെ എട്ട് കാര്യങ്ങള് എല്ലാ ഭാഗവും ടച്ച് ചെയ്ത് സംസാരിച്ചു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. ഏതായാലും വളരെ കൃത്യമായി തന്നെ ഞങ്ങൾ ഇതുവരെ നടത്തിയ ഓരോ ചർച്ചയിൽ വളരെ വിഭിന്നമായി തന്നെ എല്ലാ കാലവും അതേ കാലത്തും ആ ഒരു കാലത്തും ഈ ഒരു കാലത്തും ഒരേപോലത്തെ ഒരു ജീവിതചര്യങ്ങളെ കുറിച്ചും കൃത്യമായി തന്നെ A to Z കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി പ്രതിപാദിച്ചു എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷ. ഏതായാലും ഇന്നത്തെ ചർച്ചയിൽ വളരെ കൃത്യമായി തന്നെ വളരെ സ്നേഹത്തോടെ പിന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്ത പ്രിയങ്കരനായ അദ്ദേഹത്തിന്റെ വാപ്പ തൊട്ട് ആ ഒരു ചരിത്രം പിന്നെ വ്യാപാര രംഗത്ത് ഉള്ള ഒരു കാലഘട്ടം ഇന്നും അദ്ദേഹത്തിന്റെ അനിയൻ നമ്മളെ MT റസാക്ക് ചിക്കൻ കട നടത്തുന്ന റസാക്ക് ചെറിയ അനിയനാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഇന്നും ബിസിനസ് തുടർന്നുകൊണ്ടിരിക്കുന്ന 1/2 നൂറ്റാണ്ടിലധികം ഈ ബിസിനസ് ശൃംഖല ഒരു പാരമ്പര്യമായി തുടർന്നുകൊണ്ടിരിക്കുന്ന മലയക്കത്തോടി പിന്നെ മുഹമ്മദ് മാനുവാജിയുടെ മകൻ കൂടിയായ MT ഹസീനാർ മാസ്റ്റർക്ക് താഴെക്കോട് യൂണിറ്റ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ യൂണിറ്റിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലക്ക് ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്തതിന് ഹൃദയംഗമായ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറിയും ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്തു. നല്ലൊരു അനുഭവങ്ങൾ ഇതുപോലുള്ള പഴയ കാലങ്ങളെ അനുഭവങ്ങളിലൂടെ നമുക്ക് നമ്മുടെ പുതിയ തലമുറയിലേക്ക് വരാൻ പോകുന്ന തലമുറയിലേക്കൊക്കെ എത്തിക്കാൻ ഞങ്ങളൊരു പുസ്തക രൂപത്തിൽ ചരിത്ര പുസ്തകം പുറത്തിറക്കുന്നതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹൃദയമായ പിന്തുണയും സഹായം ഉണ്ടാവണമെന്ന് കൂടി സമയത്ത് ഉണർത്തിക്കൊണ്ട് ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത പ്രിയങ്കരനായ MT ഹസീനാർ മാസ്റ്റർക്ക് മതരംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, സാമൂഹിക സാംസ്കാരിക രംഗത്ത് ഒക്കെ നിറഞ്ഞ വ്യക്തിത്വമായ MT ഹസീനാർ മാസ്റ്റർക്ക് ഹൃദയംഗമായ നന്ദിയും കിടപ്പാട് യൂണിറ്റ് കമ്മിറ്റിക്ക് വേണ്ടി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.